ബീഹാർ മുഖ്യമന്ത്രി പദവിയിൽ റെക്കോർഡിട്ട ജെഡിയു നേതാവ് നിതീഷ് കുമാർ 10ാം തവണയും സംസ്ഥാന മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ഇന്ന് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് കേന്ദ്രമന്ത്രിമാർ, എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. എം.ജി. മിഥുൻ നൽകും കൂടുതൽ വിവരങ്ങൾ. മിഥുൻ, 10ാം ഊഴം തുടർച്ചയായി 5ാം തവണ, അങ്ങനെ 18ാം നിയമസഭയിലേക്ക് റെക്കോർഡിട്ട് കയറുകയാണ് നിതീഷ് കുമാർ. ഭവ്യ, എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. വളരെ വലിയ ആഘോഷമാക്കി ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് മാറ്റാൻ തന്നെയാണ് എൻഡിഎ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിട്ടുണ്ട്. ഗാന്ധി മൈതാനിൽ ഇന്ന് 11:00 കൂടിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, ഒപ്പം തന്നെ സഖ്യകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ചടങ്ങിന് സാക്ഷിയാവുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നത്. 11:00 കൂടിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കുക. വളരെ വലിയ ആഘോഷമാക്കി ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിനെ മാറ്റാൻ തന്നെയാണ് എൻഡിഎ തീരുമാനിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വലിയ വിജയം ബീഹാറിൽ സ്വന്തമാക്കാൻ സാധിച്ചതിൻ്റെ ഒരു കാര്യം, അതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ മന്ത്രിസഭ രൂപീകരണം അടക്കം അതിനു വേണ്ടിയുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി 16ഓളം മന്ത്രിമാർ ഇത്തരത്തിൽ BJP-യിൽ നിന്നും, ഒപ്പം തന്നെ 14 മന്ത്രിമാർ JDU-ൽ നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഒപ്പം തന്നെ ഇത്തരത്തിൽ ചിരാഗ് പാസ്വാന്റെ LJP-ക്ക് 3 മുതൽ 4 മന്ത്രിസ്ഥാനം വരെ ലഭിച്ചേക്കാമെന്നുള്ള സൂചനയുണ്ട്. മറ്റൊന്ന് HAM-നും ഒപ്പം തന്നെ RLM-നും ഓരോ മന്ത്രിസ്ഥാനം വീതവും നൽകും. അങ്ങനെ പൂർണ്ണമായും ഘടകകക്ഷികളെ എല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണമായിരിക്കും നടക്കാൻ പോകുക. ഇന്ന് ആദ്യഘട്ട മന്ത്രിസഭാ രൂപീകരണം എന്ന രീതിയിൽ നിതീഷ് കുമാറിനൊപ്പം 22 മന്ത്രിമാർ ചുമതലയേൽക്കും. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പിനായി BJP പിടിമുറുക്കുന്നുണ്ട്. അവിടെ തർക്കങ്ങളുണ്ട്. നമുക്കറിയാം, സ്പീക്കർ സ്ഥാനത്തിനായുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തർക്കങ്ങൾ മുന്നിൽ കൂടെ തന്നെയാണ് സത്യപ്രതിജ്ഞയ്ക്കായി നിതീഷ് കുമാർ ഒരുങ്ങുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഒരു വശത്തുണ്ട്. അപ്പോൾ ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ചിത്രം തെളിയുമോ മിഥുൻ? ഭവ്യ, അതായത് കഴിഞ്ഞ ദിവസം ചേർന്ന ഈ യോഗത്തിൽ പ്രത്യേകിച്ച് ഈ ഉപമുഖ്യമന്ത്രിമാർ 2 പേരും BJP-യിൽ നിന്നുള്ളവർ തന്നെയാണ്. മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. തുടർച്ചയായ ഊഴം അദ്ദേഹത്തിന് നൽകിയ സാഹചര്യത്തിൽ കൂടുതൽ വിട്ടുവീഴ്ചയ്ക്ക് JDU തയ്യാറാകണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു BJP നേതൃത്വം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. പക്ഷേ ഈ 2 ഉപമുഖ്യമന്ത്രി സ്ഥാനം സമ്രാട് ചൗധരിയും ഒപ്പം തന്നെ വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. അതിനു പുറമെ ആഭ്യന്തര വകുപ്പ് കൂടി നൽകണമെന്നുള്ള ആവശ്യം BJP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ JDU ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട അനുകൂല തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. അതായത് ആഭ്യന്തരം നൽകുമ്പോൾ ധനകാര്യവും ഒപ്പം തന്നെ ആരോഗ്യവും പോലത്തുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ JDU-ന് നൽകാമെന്നുള്ള ഓഫറാണ് ഇതുമായി ബന്ധപ്പെട്ട് BJP മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര നേതൃത്വം നിതീഷിന് പൂർണ്ണമായും വഴങ്ങണമെന്നുള്ള രീതി, അല്ലെങ്കിൽ നിതീഷ് പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ മുൻനിർത്തിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ സംസ്ഥാന BJP-യിൽ സമ്രാട് ചൗധരി അടക്കമുള്ള ആളുകൾ അതിലൊരു അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നാണ് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനമടക്കം JDU-ന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയിട്ട് പോലും തന്നെ JDU-ന് ഈ മുഖ്യമന്ത്രി സ്ഥാനം നൽകിയൊരു പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് തങ്ങൾക്ക് തന്നെ നൽകണം എന്നുള്ള ആവശ്യമാണ് അവർ, അല്ലെങ്കിൽ ആ ഒരു ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ആ വിഷയത്തിൽ ചില കല്ലുകടികൾ ഉണ്ട് എങ്കിൽ പോലും തന്നെ അത് പല കാലങ്ങളിലും അല്ലെങ്കിൽ മുൻകാലങ്ങളിലും ഒക്കെ സമാനമായ രീതിയിലുള്ള എതിർപ്പുകളൊക്കെ ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞു തീർക്കാനാകുമെന്ന് തന്നെയാണ് BJP ദേശീയ നേതൃത്വം കരുതുകയും ചെയ്യുന്നത്. ഇന്നെന്തായാലും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ 22 പേർ മന്ത്രിമാരായി നിതീഷിന്റെ ഒപ്പം സത്യപ്രതിജ്ഞ ചെയ്യും. അതിൽ 9 പേർ BJP-യിൽ നിന്നും 10 പേർ JDU-ൽ നിന്നുമാണ് എന്നുള്ളതാണ്. ബാക്കി 3 പേർ, അതായത് 3 മന്ത്രിമാർ ഈ LJP-യിൽ നിന്നും ഒപ്പം തന്നെ HAM-ൽ നിന്നും RLM-ൽ നിന്നുമുള്ള 3 പേരുണ്ട്. JDU-ൽ നിന്ന് പ്രധാനപ്പെട്ട, അതായത് നിതീഷ് കുമാറിന്റെ അടുത്ത അനുയായികളായിട്ടുള്ള വിജയ് ചൗധരി, ഒപ്പം തന്നെ അശോക് ചൗധരി, വിജേന്ദ്ര പ്രസാദ് യാദവ് എന്നിവർ മന്ത്രിമാരാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റേതെങ്കിലും തരത്തിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകുമെന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. മുൻകാലങ്ങളിലുമൊക്കെ സമീപകാലം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളും ഒക്കെ സമാനമായ രീതിയിൽ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണം നമ്മൾ കാണേണ്ടതാണ്. അതേ രീതിയിലായിരിക്കുമോ ബീഹാറിലും എന്ന് നമുക്കിനി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും 11:00 കൂടിയാണ് ഗാന്ധി മൈതാനിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക. പ്രമുഖരുടെ വലിയൊരു നിര ഉണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ നിതീഷ് കുമാർ 10ാം തവണയും റെക്കോർഡിട്ട് 10ാം തവണയും ഇത്തരത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നു കയറുകയും ചെയ്യും. തീർച്ചയായും എം.ജി. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് അധികാരമേൽക്കുകയാണ്. ഗാന്ധി മൈതാനിൽ സത്യപ്രതിജ്ഞ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം BJP മുഖ്യമന്ത്രിമാരും സാക്ഷ്യം വഹിക്കും. NDA സംയുക്ത നിയമസഭാ കക്ഷി യോഗമാണ് നിതീഷിനെ നേതാവായി തെരഞ്ഞെടുത്തത്. 10ാം തവണയും
ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ അല്പസമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യും. ഉച്ചയ്ക്ക് 1:30-ക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. മുൻ കേരള ഗവർണർ, ഇപ്പോഴത്തെ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാവും സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം BJPയുടെ കരുത്തരായ നേതാക്കളുടെ എല്ലാം സാന്നിധ്യത്തിലാവും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. 2005 ശേഷം ബീഹാറിന് ഒരേ ഒരു നേതാവേ ഉണ്ടായിട്ടുള്ളൂ. അത് നിതീഷ് കുമാറാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് വാർദ്ധക്യത്തിൻ്റെ ഒട്ടേറെ തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മിന്നും വിജയം നേടിയ നിതീഷ് കുമാർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. സുശാസൻ ബാബു എന്ന പേര് തന്നെയാണ് ഇപ്പോഴും നിതീഷിന് ബീഹാറിലുള്ളതെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു ഇക്കുറി നേടിയ വമ്പിച്ച വിജയം. പലതവണ മുന്നണി മാറിക്കളിച്ചിട്ടുള്ള 5 തവണയടക്കം ഒരു മുന്നണിയിൽ നിന്ന് അടുത്ത മുന്നണിയിലേക്കും അവിടെ നിന്ന് തിരികെയും ഒക്കെ ചാടിയിട്ടുള്ള പാൽത്തൂറാം എന്ന വിശേഷണമൊക്കെ ഉണ്ടായിരുന്ന നിതീഷ് കുമാർ ഇപ്പോഴും താൻ പാൽത്തൂറാമല്ല, താൻ മുന്നണി മാറിയാലും നഷ്ടപ്പെടുന്നതല്ല തൻ്റെ വിശ്വാസ്യത എന്ന് തെളിയിച്ചുകൂടിയാണ് ഈ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ മുഖ്യമന്ത്രിമാർ, ലോങ്സ്റ്റ് സർവിംഗ് മുഖ്യമന്ത്രിമാരുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് അടുത്ത ഈ 5 വർഷം പൂർത്തിയാക്കാനാവാൻ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി എന്നുള്ള ചരിത്രത്തിലേക്ക് കൂടിയാണ് നിതീഷ് കുമാർ നടന്ന് നീങ്ങുന്നത്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിമാരുടെ ചരിത്രത്തിൽ 8ാം സ്ഥാനമാണ് നിതീഷ് കുമാറിനുള്ളത്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് സിക്കിമിലെ പവൻകുമാർ ചാലിംഗ് ആണ്. പവൻകുമാർ ചാലിംഗ് ഇരുന്നത് 24 വർഷവും 165 ദിവസവുമാണ്. മറ്റ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒറീസയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇടയുണ്ടായിരുന്ന മുഖ്യമന്ത്രി നവീൻ പട്നായിക്കാണ്. നവീൻ പട്നായിക് 24 വർഷവും 99 ദിവസവുമാണ് മുഖ്യമന്ത്രിയായിരുന്നത്. 3ാം സ്ഥാനത്തുള്ളത് ജ്യോതി ബസുവാണ്. ബംഗാൾ മുഖ്യമന്ത്രിയായി 23 വർഷവും 137 ദിവസവുമാണ് ജ്യോതി ബസു ഉണ്ടായിരുന്നത്. ഇനി ഒരൊറ്റ വർഷം അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞു എന്ന് കരുതുക. ഒറ്റ വർഷം തുടരാൻ കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന റെക്കോർഡ്, മണിക് സർക്കാരിൻ്റെ റെക്കോർഡ് അദ്ദേഹത്തിന് മറികടക്കാനാവും. 19 വർഷവും 363 ദിവസവും, ഏകദേശം 20 വർഷം എന്നുള്ള റെക്കോർഡാണ്. ആ 20 വർഷത്തിൻ്റെ റെക്കോർഡ് അദ്ദേഹത്തിന് അനായാസം മറികടക്കാൻ കഴിയും. അത്രത്തോളം ചരിത്രത്തിലേക്ക് കൂടിയാണ് നിതീഷ് കുമാർ എന്ന് പറയുന്ന ബീഹാർ ഇക്കാലം മുഴുവൻ കണ്ട നേതാക്കളിൽ ഏറ്റവും കൂടുതൽ കാലം ബീഹാർ രാഷ്ട്രീയത്തെ സ്വയം ഒരു അച്ചുതണ്ടായി നിന്നുകൊണ്ട് ആ അച്ചുതണ്ടിന് ചുറ്റും കറക്കാൻ കഴിഞ്ഞ നേതാവ്. തൻ്റെ പാർട്ടി അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടല്ല ബീഹാറിൽ നിതീഷ് കുമാറിന് ഇന്നും മുഖ്യമന്ത്രിയായിരിക്കാൻ കഴിഞ്ഞത്. തൻ്റെ പാർട്ടിക്ക് കൂടെ നിൽക്കുന്ന BJPയെ പോലെയോ അല്ലെങ്കിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന RJDയെ പോലെയോ സംഘടനാ സംവിധാനവും എല്ലാവിധ സംഘടനാ രീതികളും പ്രവർത്തകരുമൊക്കെ ഉണ്ടായിട്ടൊന്നുമല്ല നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തുടർച്ചയായി വരാൻ കഴിയുന്നത്. നിതീഷ് കുമാർ 2005 മുതൽ മുഖ്യമന്ത്രിയായിരിക്കാൻ കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിതീഷ് കുമാർ എന്ന വ്യക്തിയുടെ പ്രതിച്ഛായ തന്നെയാണ്. ആ നിതീഷ് കുമാറിൽ ബീഹാറിലെ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത തന്നെയാണ് കൂടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട കക്ഷികളെയൊക്കെ കാലാകാലങ്ങളിൽ ഒതുക്കി ആ പാർട്ടികളെ തന്നെ പതിയെ ഇല്ലാതാക്കുന്ന BJPക്ക് പോലും നിതീഷ് കുമാറിനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിതീഷ് എന്ന ആവർത്തിച്ച് പ്രഖ്യാപിക്കേണ്ട അവസ്ഥയടക്കമുണ്ടായത് ആ നേതാവിന് ബീഹാറിലുണ്ടായിരിക്കുന്ന വലിയ സ്ഥാനമാണ്. മറ്റ് ഏത് സംസ്ഥാനത്തായാലും ഇങ്ങനെ പലതവണ മുന്നണി മാറുന്ന, അപ്പോഴെല്ലാം മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കുന്ന, അധികാരത്തിന് വേണ്ടി മുന്നണി മാറുന്ന ഒരു നേതാവിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടേനെ. പക്ഷേ ബീഹാറിൽ ഇപ്പോഴും നിതീഷ് കുമാറിന് ആ പ്രതിച്ഛായ നിലനിർത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിതീഷിൻ്റെ ജീവചരിത്രം കൂടി നമുക്ക് എളുപ്പത്തിൽ ഒന്ന് നോക്കേണ്ടതുണ്ട്. 1951 പട്നയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയാണ് അദ്ദേഹം. മെക്കാനിക്കൽ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലാണ് അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറിംഗ് ബിരുദമെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരിയായ ബിരുദം യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലല്ല. ബീഹാറിൻ്റെ ജാതി രാഷ്ട്രീയം എങ്ങനെ, ജാതി കാസ്റ്റ് എഞ്ചിനീയറിംഗ് എങ്ങനെ ഏറ്റവും ഫലപ്രദമായി വർക്ക് ചെയ്യാം എന്ന് ഏറ്റവും നന്നായി തെളിയിച്ച, ദീർഘകാലം തെളിയിച്ച നേതാവ് കൂടിയാണ്. കുർമി സമുദായ അംഗമാണ്, OBCയിൽ പെടുന്ന. അപ്പോൾ അദ്ദേഹം വരുന്ന സമയത്തൊക്കെ കുർമി സമുദായത്തിൻ്റെ അടക്കം വരുന്ന OBCയുടെ വലിയ നേതാവായി ലാലു പ്രസാദ് യാദവും RJD നിൽക്കുമ്പോഴാണ് അതിലെ OBCയിലെ പിന്നാക്കക്കാരെ അണിനിരത്തിക്കൊണ്ട്, മുസ്ലിം മതവിഭാഗത്തിലെ പിന്നാക്കക്കാരെ അണിനിരത്തിക്കൊണ്ട് അങ്ങനെ ഒരു എക്സ്ട്രീംലി ബാക്ക്വേർഡായിട്ടുള്ള OBCയെയും എക്സ്ട്രീംലി ബാക്ക്വേർഡായിട്ടുള്ള മുസ്ലിമിനെയും എല്ലാം അണിനിരത്തിക്കൊണ്ട് അദ്ദേഹം ഒരു സമർത്ഥമായ ജാതി രാഷ്ട്രീയം, എഞ്ചിനീയറിംഗ്, ഒരു കാസ്റ്റ് എഞ്ചിനീയറിംഗ് ഫലപ്രദമായി അദ്ദേഹം നെയ്തെടുത്തത് അത് ഇപ്പോഴും ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. 1974
ജയപ്രകാശ് നാരായണ നേതൃത്വത്തിലുള്ള JP മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ലാലു പ്രസാദ് യാദവും ഒക്കെ അദ്ദേഹത്തിന് സമകാലീനാണ്. ചെറിയ വയസ്സിൻ്റെ വ്യത്യാസം മാത്രമാണ് ലാലുവുമായിട്ട് അടക്കമുള്ളത്. 1977 ജനതാ പാർട്ടി റാം മനോഹർ ലോഹിയ, കർപ്പൂരി താക്കൂർ, SN സിൻഹ, VP സിംഗ് മുതലായ സോഷ്യലിസ്റ്റുകൾ കണ്ട എക്കാലത്തെയും വലിയ നേതാക്കൾക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയം ഉണ്ടായിരുന്നത്. ഇത് തുടക്കം ആലോചിക്കണം, 1977-ലും 80-ലും അദ്ദേഹം ബീഹാർ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നുണ്ട്. ആ രണ്ട് തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. രണ്ട് പരാജയത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള നിതീഷിൻ്റെ കാലം